വിശുദ്ധ ജെറോം എന്ന് പറഞ്ഞ് ഒരു വിശുദ്ധനുണ്ട് കത്തോലിക്ക സഭയില്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തോട് അന്നത്തെ മാർപ്പാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഹെബ്രായ ഭാഷയിൽ നിന്ന് ബൈബിള് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണം എന്നായിരുന്നു ആവശ്യം. അതിനു മുൻപ് ഒരു ലത്തീൻ പരിഭാഷ ഉണ്ടായിരുന്നു. ആ പരിഭാഷ അത്ര കേമം പരിഭാഷ അല്ലായിരുന്നു. അതിനാൽ മാർപ്പാപ്പ ജെറോമിനോട് പറഞ്ഞു, ഹെബ്രായ ഭാഷയിലുള്ള ബൈബിള് അത് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഹെബ്രായ ഭാഷയിലുള്ള ബൈബിള്. അവര് ബൈബിൾ എന്നല്ല വിളിക്കുക, തോറ, നെവിയും വുക്കത്തബിം, മോശന ന്യായപ്രമാണം, പ്രവാചക ഗ്രന്ഥങ്ങള്, പിന്നെ മറ്റ് ഗ്രന്ഥങ്ങൾ. അറബി പോലെ ഇതും വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിക്കുക. അപ്പോൾ ഈ ഹെബ്രായ ബൈബിള്, ഇതാണ് ഹെബ്രായ ഭാഷയിലെ ബൈബിള്. ഇങ്ങനെയാണ് പഴയ നിയമം എഴുതപ്പെട്ടത്. ഈ ഹെബ്രായ ഭാഷയിലെ ബൈബിള് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് മാർപ്പാപ്പ ജെറോമിനോട് ആവശ്യപ്പെട്ടു. ബേത്ലഹേമിലെ പരിശുദ്ധ കന്യകാമറിയം ജീവിച്ചിരുന്ന ആ വീടിനടുത്തുള്ള ഒരു ചെറിയ കുടിലിൽ താമസിച്ചുകൊണ്ടാണ് വിശുദ്ധ ജെറോം ഈ പരിഭാഷ നിർവഹിച്ചത്. 28 വർഷമെടുത്തു ഈ ഹെബ്രായ ബൈബിള് അതിന്റെ ലത്തീൻ പരിഭാഷയിലേക്ക്. അദ്ദേഹം അത്ര വലിയ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് ഒരു തെറ്റും വരാതെ ഏറ്റവും കൃത്യമായി തർജ്ജമ ചെയ്യാൻ 28 വർഷമെടുത്തു. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ തനിച്ചിരുന്നാൽ നമുക്ക് ബോറടിക്കും. ഒരു പുസ്തകെഴുത്ത് എന്നൊക്കെ പറഞ്ഞാല് തനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കൂട്ടത്തിൽ കൂടാനാണ് എളുപ്പം, തനിച്ചിരിക്കാൻ വലിയ പ്രയാസമാണ്. ഇവിടെ 28 വർഷം തനിച്ച്, അതും വളരെ ഗഹനമായ സംഗതികൾ ചെയ്യാം. ആരാത് കാണാൻ പോണേ, ആരൊന്ന് അംഗീകരിക്കാൻ പോണേ, ആരെങ്കിലും അറിയുന്നുണ്ട് ഈ കഷ്ടപ്പാടുകള്? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. മാത്രമല്ല തനിച്ചിരിക്കുമ്പോഴാണ് പ്രലോഭനങ്ങൾ ഏറുക. അപ്പോഴാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ കടന്നുകൂടുക. ജെറോം അവിടെ ആയിരിക്കുമ്പോൾ ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഒരു വൃദ്ധ സ്ത്രീ അല്ലാതെ മറ്റാരുമില്ല. 28 വർഷം അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. തനിച്ചിരിക്കുമ്പോൾ ബ്രഹ്മചര്യത്തിനെതിരായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ദൈവത്തിന് മുമ്പിൽ ചെന്ന് ഒരുപാട് പ്രാർത്ഥിക്കും. എന്നാൽ ദൈവം ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് തോന്നി. കഠിനമായ പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ബ്രഹ്മചര്യത്തിനെതിരെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അദ്ദേഹം വലിയ കല്ലുകളെടുത്ത് നെഞ്ചത്തിടിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ ഹെബ്രായ ഭാഷ പരിശുദ്ധ ഭാഷയായിട്ട് അറിയപ്പെടുന്നതാണല്ലോ, അതുകൊണ്ട് ആ ഭാഷയിലെ വാക്കുകൾ ഉരുവിടുമായിരുന്നു. എന്നിട്ടും പ്രലോഭനങ്ങൾക്ക് ഒരു ശമനമില്ല. അങ്ങനെ 28 കൊല്ലം ദൈവമായിട്ട് മൽപ്പിടുത്തവും പ്രലോഭനങ്ങളുമായിട്ട് മൽപ്പിടുത്തവുമായി അദ്ദേഹം പരിഭാഷ പൂർത്തിയാക്കി. ഒരു ക്രിസ്മസിന്റെ അന്നാണ് ഈ പരിഭാഷ മാർപ്പാപ്പയ്ക്ക് അതിന്റെ കയ്യെഴുത്ത് പ്രതി, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഒന്നുമില്ലല്ലോ, ആ വലിയ കയ്യെഴുത്ത് പ്രതികളുടെ ഭാണ്ഡം അത് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനായിട്ട് നിശ്ചയിച്ചത്. അതിന് തലേ ദിവസം ഈ കയ്യെഴുത്ത് പ്രതികളുമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച്, 28 കൊല്ലത്തെ അധ്വാനമാണ്, അത് സമർപ്പിച്ച് ജെറോം പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു ട്രാൻസ്, എക്സ്റ്റസി, ഒരു ദിവ്യ ദർശനത്തിലേക്ക് ജെറോം വഴുതി വീണു. ആ ദർശനത്തില് ക്രിസ്മസ് ആണല്ലോ, ഉണ്ണിയേശു പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണിയേശോ ചിരിക്കുകയായിരുന്നു. ജെറോമിന് തോന്നി, താൻ എവിടെയായിരുന്നു 28 കൊല്ലം? 28 കൊല്ലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടപ്പോ, പ്രലോഭനങ്ങളുമായിട്ട് മല്ലിട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്നൊന്നും കാണാതെ വരാതെ ഇതെല്ലാം കഴിഞ്ഞപ്പോ ചിരിച്ചോണ്ട് വന്നിരിക്കുകയാണോ എന്നൊരു മട്ടായിരുന്നു ജെറോമിന്. ജെറോം ചിരിക്കാൻ വിസമ്മതിച്ചു. ദൈവം അങ്ങനെ ചെയ്ത് ശരിയായില്ല, യേശു അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊരു ഭാവമുണ്ടായിരുന്നു ജെറോമിന്റെ ഗൗരവഭാവത്തിന്. യേശു വീണ്ടും പുഞ്ചിരിച്ചിട്ട് ജെറോമിന് പറഞ്ഞു, എന്റെ ബർത്ത്ഡേ ആണ്, എന്റെ ജന്മദിനമാണ്, ഒന്ന് ചിരിക്കൂ ജെറോം. അത് കേട്ടപ്പോഴ് പഴയ വിഷമൊക്കെ മറന്ന് ജെറോം പതുക്കെ ചിരിച്ചു. യേശു ക്രിസ്തു വീണ്ടും ചോദിച്ചു, ജെറോം, എന്റെ ജന്മദിനമാണല്ലോ, എന്ത് പിറന്നാൾ സമ്മാനമാണ് നീ എനിക്കായി തരിക? എന്ത് പിറന്നാൾ സമ്മാനമാണ് നീ എനിക്കായി തരിക? ഒത്തിരിയേറെ ആനന്ദവും സന്തോഷവും തോന്നിയ ജെറോം തുള്ളിച്ചാടി പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയം നിനക്ക് തരാം, ഞാൻ എന്റെ ഹൃദയം നിനക്ക് തരാം. യേശു പറഞ്ഞു, നിന്റെ ഹൃദയം എനിക്ക് വേണ്ട, എനിക്ക് എന്റേതായ ഒരു ഹൃദയമുണ്ട്, നിന്റെ ഹൃദയം എനിക്ക് വേണ്ട. ഉടനെ തന്നെ ജെറോം പറഞ്ഞു, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഞാനത് തരാം. യേശു പറഞ്ഞു, നിന്റെ നന്മ എനിക്ക് വേണ്ട,
ജെറോം എന്തെല്ലാം വാഗ്ദാനം ചെയ്തുവോ അതെല്ലാം ഉണ്ണീശോ നിരാകരിച്ചു. അപ്പോൾ ഒരല്പം വിഷമം തോന്നി ജെറോം ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്നിൽ നിന്ന് നിനക്ക് എന്താ വേണ്ടത്? യേശു ചോദിച്ചു, നീ നിന്റെ പ്രലോഭനങ്ങളും കുറവുകളും പരിമിതികളും പരിധികളും പാപങ്ങളും നീ എനിക്ക് തരുമോ? ജെറോമിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി. ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ ലജ്ജ തോന്നി. ദൈവത്തിനെതിരായി ചെയ്തതാണല്ലോ അതൊക്കെ. അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ണീശോ. കുത്തി മുറിവേൽപ്പിക്കുകയാണ്. പാപം ചെയ്തതിന് നാണക്കേട്. ഇപ്പോൾ ദൈവം അത് ഓർമ്മപ്പെടുത്തി വീണ്ടും ശവത്തിൽ കുത്തുന്ന പോലെ മുറിവേൽപ്പിക്കുകയാണോ എന്ന് തോന്നി ജെറോമിന്റെ മുഖം വാടി. നാണത്തോടുകൂടി മുഖം താഴ്ത്തി. അപ്പോൾ യേശു വീണ്ടും ചോദിച്ചു, നീ നിന്റെ പാപങ്ങളും തിന്മകളും കുറവുകളും പ്രലോഭനങ്ങളും ഒക്കെ എനിക്ക് തരുമോ? ജെറോം പറഞ്ഞു, എനിക്ക് അതേക്കുറിച്ച് വിഷമമുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് വിഷമമുണ്ട്. യേശു വീണ്ടും ചോദിച്ചു, നീ എനിക്ക് തരുമോ? ജെറോം ചോദിച്ചു, നീ എന്റെ പാപങ്ങളും തിന്മകളൊക്കെ കൊണ്ട് നീ എന്താ ചെയ്യാൻ പോണേ? നീ എന്ത് ചെയ്യും? യേശു ഉണ്ണീശോ വളരെ ഗാംഭീര്യമായ സ്വരത്തില് ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ഗിവ് മീ യുവർ ഫെയിലിയേഴ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ്, your temptations and sins, I will burn them in the burning fire of my love. നീ നിന്റെ കുറവുകളും പാപങ്ങളും പ്രലോഭനങ്ങളും തിന്മകളും ഒക്കെ എനിക്ക് തരികയാണെങ്കിൽ എന്റെ സ്നേഹത്തിന്റെ അഗ്നിയിൽ ഞാനത് കത്തിച്ചു കളയും. നീ നിന്റെ പ്രലോഭനങ്ങളും പാപങ്ങളും തിന്മകളും കുറവുകളും ഒക്കെ എനിക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ എന്റെ സ്നേഹത്തിന്റെ അഗ്നിയിൽ ഞാനത് കത്തിച്ചു കളയും. സത്യത്തിൽ അത് സംഭവിക്കുന്നതാണ് യേശുക്രിസ്തുവിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ. യേശു ദൈവമാണ്, മനുഷ്യനാണ്, നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ വ്യക്തിയാണ്. നമ്മൾ അവനെ തൊടുമ്പോൾ അവൻ ദൈവമായതിനാൽ നമ്മുടെ പാപം കത്തിപ്പോവുകയാണ്.